സ്കൂളിൽ വേണ്ട. സ്കൂളിൽ വിളിപ്പേര് വിളിക്കരുതെന്ന് അച്ഛൻ ഒരു വട്ടം നിർദ്ദേശിച്ചതല്ലേ. ഇനി ഇങ്ങോട്ട് ജോൺ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ പറയണം. ആരും പൊട്ടത്തരൊന്നും കാണിക്കരുത് കേട്ടോ. ഞാൻ പോവാട്ടോ, അയാൾ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഒരുമിച്ച് പറയാൻ നാവില്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചോദിക്കുന്നവർ ഉത്തരം പറയണേ. ശരി സാറേ. നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? പാർവതി പറ. ഈ കുട്ടി എന്താ ഇങ്ങനെ? തിരുവനന്തപുരമാണ് കുട്ടി. പാർവതി അധികം ഇരിക്കല്ലോ, പല്ല് മുഴുവൻ കൊഴിഞ്ഞു. എനിക്ക് കുന്തം. നന്നായി. അമ്മോസാക്ക. എന്താ പാർവതിയും കല്യാണിയും തമ്മിൽ അടിയാണോ? ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടില്ലേ? അതിനിടക്കാണോ കഥ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ സജിതയോട് ചോദിക്കാം. കേരളത്തിലെ ഏതാനൊക്കെയാണ് പാപ്പാന്മാർ ഇല്ലാത്തത്? എത്ര നേരം നമ്മൾ കുട്ടികളെ അന്വേഷിച്ച് ഇവിടെ നിൽക്കുന്നു. ശരിയാ, ഇന്ദു മീനും ആദ്യം എത്തുന്ന പറഞ്ഞ ഇപ്പൊ നമ്മളാ ഫസ്റ്റ് എത്തിയത്. അത് തന്നെ, അവരെത്ര വലുതായാലും ചെറിയ പിള്ളേരെ പോലെ തന്നെയാ. ഡ്രോപ്പ് ചെയ്തോണ്ട് നിനക്കത് എളുപ്പമായില്ലേ? അതാ എളുപ്പമായി. വേഗം ഇനി വീട്ടിൽ ചെന്നിട്ടേ, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിലല്ലേ, അപ്പോൾ വേഗം ഇനി വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇതാവട്ടോ. ശരിയാ, നല്ല ക്ഷീണമുണ്ട്. എത്ര നേരം മക്കളെ കാത്തിരുന്നതാ. പിന്നെ ക്ഷീണമില്ലാതിരിക്കോ? ഇന്നലെ ആ കുട്ടി ക്ലാസ് പൊട്ടിയത് ഞാൻ ശരിക്കും നന്നായി പേടിച്ചിട്ടോ. ഞാനും നന്നായി പേടിച്ചിരുന്നു. നമ്മളാകെ അങ്ങ് ഞെട്ടിയില്ലേ. പിന്നെ വേറെ എന്തുവാണെന്ന് വിചാരിച്ച് നമ്മളാകെ അങ്ങ് പേടിച്ച്. ആ കുട്ടി ക്ലാസ് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരി വരുന്ന പോലെയല്ലേ? എനിക്ക് നന്നടി, എന്തോ ഒരു കുളിരി വരുന്ന പോലെ മേത്തുകൂടി ആത്മാവും കയറിയതായിരിക്കും. നീ പോയിട്ട് തമാശ പറയാതെ. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യം പറഞ്ഞത്. നിങ്ങൾ പൊട്ടത്തരം പറയാതെ അവിടെ നിൽക്കേ. വീടെത്തി, നമുക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാവേ. ഹൈമ, നിങ്ങളൊക്കെ എല്ലാവരും ഒരു വീട്ടിലല്ലായിരുന്നോ? എന്താ ഇങ്ങോട്ട് മാറാൻ കാരണം? അതൊക്കെ വലിയ കഥയാ. ശരിയാ, ഞാൻ പറയാ കഥ. അന്നേ നന്നായി മഴ പെയ്തില്ലേ? ആ ദിവസം നല്ല വെള്ളപ്പൊക്കം ഇല്ലായിരുന്നോ? ആ വെള്ളപ്പൊക്കത്തിൽ തകർന്നതാ. ഭാഗ്യത്തിനാ ഞങ്ങൾ 4 പേരും രക്ഷപ്പെട്ടെ. അങ്ങനെ. അപ്പൊ പിള്ളേരൊക്കെ ഏട്ടൻ രക്ഷിച്ചു. പിന്നെ നമ്മുടെ 5 പേരുടെ ഏട്ടന്മാരും ഗൾഫിൽ പോയിക്കല്ലേ. ശരിയാ, ഇക്ക പോയപ്പോ നല്ല വിഷമമുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിലാ ഞങ്ങൾ 4 പേര് രക്ഷപ്പെട്ടെ. പിന്നെ ഞങ്ങൾ കുറെ അന്വേഷിച്ചു. അപ്പോഴാ മനസ്സിലായി ഇന്ദുടെ വീടുണ്ടല്ലോ. എത്തി. അല്ല, നമ്മുടെ മക്കളെന്തി? അവരതാ ഞാൻ വന്നപ്പോ അത് കണ്ടിട്ടുള്ളൂ. ടി വി റൂമിൽ നിന്ന് മൊത്തം ടി വി ആണ്. ഈ പിള്ളേരൊരു കാര്യേ. നമുക്കൊന്ന് ചെന്ന് നോക്കട്ടോ. ചെല്ലാം, വാ, വേഗം വാ. ദാ വരണെന്തു. അവരൊക്കെ പോയി, വാ നമുക്ക് പോവാം. അങ്ങനത്തെ നാട്ടിച്ചു പൂസ്. മക്കളെ നിങ്ങൾ ഹാളിലോട്ട് വാട്ടോ. ബാക്കിയുള്ളത് നിന്റെ അമ്മ പറയേ. വിളിക്കുന്നില്ലല്ലോ. ഇന്ദു, ഹൈമ. എന്റെ പെണ്ണെ, എന്താണ് നീ അലർന്ന്? അതൊക്കെ ഒരു കാര്യമുണ്ട്. നീ മിനിനെയും ഇന്ദുവിനെയും പിന്നെ സേനാനൊക്കെ വിളിച്ചേ. ശരി, ഞാൻ വിളിക്കാം. ഇന്ദു, മിനി, സേന. എന്താ ഹൈമ? എനിക്കൊന്നും അറിയില്ല. ഈ രമയെ നിങ്ങൾ വിളിക്കാൻ പറഞ്ഞേ. എന്നെ വിളിച്ചു ഞാൻ വന്നു. എന്താ രമേ? നീ മിനിയും സേനാനൊക്കെ വിളിക്ക്. എന്റെ ദൈവമേ, മിനി, സേന. എന്താ രമേ കാര്യം? അതോ, നമ്മളെല്ലാരും ഇപ്പൊ ഒരുമിച്ച് കൂടിക്കല്ലേ, നമുക്കൊരു ക്യാമ്പിനങ്ങ് പോയാലോ? അത് നല്ല ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പക്ഷേയുമില്ല. നമ്മൾ അവിടെ 2-3 മണിക്കൂറൊക്കെ നിൽക്കുന്നു, ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരുന്നു. ഓക്കെ? 2-3 മണിക്കൂറൊക്കെ നിൽക്കുകയുള്ളൂ.
ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 2-3 ദിവസമൊക്കെ നിൽക്കുന്നു. അത്ര നിൽക്കില്ല. ഞാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാവാനും വേണ്ടി പറഞ്ഞതാ. ഓ, എന്നിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതില്ലടി, ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷിയില്ലേ, അത് നമുക്ക് ഇനിയും പോവാനോ? ഇനി മുതൽ നമ്മൾ ഇവിടെ തന്നെ അല്ലേ? അതല്ല, നാളെ ഏതായാലും ശനിയാഴ്ചയല്ലേ, കുട്ടികളുടെ ക്ലാസ് മുടങ്ങിട്ടില്ല. ഓ അങ്ങനെ. എന്നാ എല്ലാരും പാക്ക് ചെയ്തോ, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം രാവിലെ. നീ മക്കളോട് പറയടി. പറയാം. മക്കളെ, നാളെ നമ്മളെ രാവിലെ ഒരു ക്യാമ്പിന് പോകണുണ്ട് കേട്ടോ, മൈസൂർക്കാണേ. അപ്പൊ എല്ലാവരും ഇന്നെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്തോ. ശരി, ഞങ്ങൾ പാക്ക് ചെയ്യാം. വേഗം പാക്ക് ചെയ്തോ, കുറച്ചും കിടക്കാം, രാവിലെ നിൽക്കാനല്ലേ. അല്ല, മൈസൂർക്കൊക്കെ പോകാൻ എന്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ? അതൊക്കെ എന്തടി, കണ്ടറിഞ്ഞ രമേശ് ഏട്ടൻ ക്യാഷ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ എണീറ്റത് നേരം വെക്കോ? ആരും കാണാനില്ലല്ലോ. ഇല്ലടി, ആരും പോയിട്ടൊന്നുമില്ല. പോവാണെങ്കിൽ ഞാനറിയില്ലേ, എല്ലാവരും ബാത്റൂമിലാ. ഓ അങ്ങനെ. എന്നാ നമുക്ക് പോവല്ലേ, അവരൊക്കെ പുറത്തുണ്ട്. ശരി, വാ പോവാം. അപ്പൊ അവര് ബാത്റൂമിൽ വന്നോ? അതൊക്കെ വന്നടി, നീ നടക്ക്, വാ. ആരും കാണാനില്ലല്ലോ, അവരൊക്കെ കാറി കയറി തോന്നുന്നു. ഒരു കാര്യം പറയണ്ട കേട്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 2-3 മണിക്കൂറൊക്കെയാണെന്ന്. പറഞ്ഞു. ഇപ്പൊ 2-3 മണിക്കൂറൊന്നുമല്ല, ഇപ്പൊ കുറെ സ്ഥലത്തേക്ക് ടൂർ പോകാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ബീച്ച്, പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് ടൂർ പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളോടൊക്കെ പറയാ, ഒരു സന്തോഷമായിരിക്കും അവർക്ക്. നീ വീണ്ടും സമയം സ്ഥലം മാറ്റിയോ? എടി വേഗം വാ, അവരൊക്കെ കാറ് ചാട്ടാക്കിയ സൗണ്ട് ഉണ്ട്. വാ, നിങ്ങൾ നടക്കിടി, ഞാൻ വരാം. നീ വാടി. ഇവരുടെ ഒരു കാര്യേ, എടി അവരുടെ കാറിലുണ്ട്. ശരിയാ. അല്ല സീന, കദീസുമ്മാനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ. ഇടി അതോ, ഞാൻ ഇന്ത്യയുടെ വീട്ടിക്ക് വരുന്നൊന്നും ഉമ്മാനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഉമ്മാന്റെ ചങ്ങാഴ്ചയായ സൂറാബീന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഉമ്മാനോട് പറയാത്ത സ്ഥിതിക്ക് ഉമ്മ ആകെ ടെൻഷനിലാണ്. അപ്പൊ ഇനി അവിടെ എത്തിയത് വിളിക്കണം ഉമ്മാനെ. അപ്പൊ ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടോ. നീ ടെൻഷനാവൊന്നും വേണ്ടടി. ഓ അങ്ങനെ, ഞാൻ ആകെ പേടിച്ചു പോയി. ഇതാ ഈ മോട്ട് ഇറങ്ങി, ബാക്കി എല്ലാവരോടും കൂടി ഇറങ്ങാൻ പറഞ്ഞേക്കാം. എന്നിട്ട് സ്ഥലം എത്താറാകുമ്പോ ഒന്ന് അവരെ എണീപ്പിച്ചാ പോരെ? നീ പറഞ്ഞ ശരിയാടി. അതേനെ മക്കളെ, നിങ്ങൾ ഉറങ്ങിക്കോട്ടോ. മോട്ടുവിന്റെ പോലെ ഞങ്ങൾ സ്ഥലം എത്തുമ്പോ വിളിക്കാവേ. ശരി ചേച്ചി. ആന്റി, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോയിരുന്നോട്ടെ. മണിക്കുട്ടനെ ഇവിടെ വന്നിരുന്നോളും. എന്തെങ്കിലും കാട്ടുമോളെ, ബ്രേക്കിന്റെ ഇവിടെ തട്ടല്ലേട്ടോ, കാർ സ്റ്റെക്കാവേ. ശരി ആന്റി. മണിക്കുട്ട, നീ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ നിൽക്കാം. ശരി അമ്മ. മക്കളെല്ലാവരും ഉറങ്ങി. ശരിയാ. രമ, ആദ്യം എങ്ങോട്ടാ പോണേ? ആദ്യം ബീച്ചിലോട്ട് പോവാം. ഈവനിങ് ടൈം അല്ലേ, ബീച്ചാ നല്ലത്. പിന്നെ നൈറ്റ് ആകുമ്പോ നമുക്ക് ക്യാമ്പിൽ നിൽക്കാം. ഓക്കെ. സ്ഥലത്തേടി, പിള്ളേരൊക്കെ വിളിക്ക്. ശരി രമേ. മക്കളെ, എല്ലാവരും എണീറ്റേ. നിങ്ങൾ ഞാൻ ഫോട്ടോ എടുക്കുവാണേ. എടുക്കടി. എന്തോ ഒരു മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ടേ. ഹലോ. ഇല്ലല്ലോ. ഞങ്ങളിവിടെ ബീച്ചിലേക്കൊക്കെ വന്നിക്കാം, കോഴിക്കോട്. ഞാൻ പിന്നെ വിളിക്കാവേ, ഞങ്ങളിപ്പോൾ കുറച്ച് തിരക്കില്ല. ആരാടി? ജോസാ. എന്താടി നീ പറയണേ? നീ ഡ്രസ്സ് മാറ്റുമോന്ന് ചോദിച്ചതാ. ഓ അങ്ങനെ. അല്ല, സേനയും പിന്നെ രമയ്ക്ക് എന്തിയെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടി. ജോസാ, എന്താടി നീ പറയണേ? നീ ഡ്രസ്സ് മാറ്റുമോന്ന് ചോദിച്ചതാ. ഓ അങ്ങനെ. അല്ല, സേനയും പിന്നെ രമയ്ക്ക് എന്തിയെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടി. നീ ഇവിടെ ഉണ്ടോ? അപ്പൊ രമയോ? അതാ രമ വരണം. ശരി ശരി ശരി. നീ ഇവിടെ ആയിരുന്നോടി? രമേശേട്ടൻ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെ. അല്ല, പിള്ളേരൊക്കെ ഇവിടെ? പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ടടി. എന്നോട് ചോദിച്ചിട്ടാ പോയെ, അതാ എന്നെ കുറച്ചു നേരം ഇവിടെ കാണാതിരുന്നേ. ഓ അങ്ങനെ. എനിക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആകെ ചൊറിയുന്നു. ഞാനൊന്ന് മാറ്റിയിട്ടിട്ട് വരാവേ. ശരി, നീ പോയി മാറ്റിയിട്ടിട്ട് വാടി. ഇത് ഇട്ട തന്നെയല്ലേ? അല്ലല്ലോ, അതിന് ഷാളിനല്ലേ വ്യത്യാസമുള്ളൂ. ഷാളിൽ ഞാൻ ഒരു ഉറുമ്പിനെ കണ്ടു, അതാ ഷാൾ മാറ്റി. ഓ അങ്ങനെ. എടി, പിള്ളേര് കളിച്ചു തീർന്നെന്ന് തോന്നുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതോ ഒക്കെ കാറിലിരിക്കണ്ട, അതാ പറഞ്ഞേ. നമുക്കിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞ ക്യാമ്പില്ലേ, അവിടെ എത്തുമ്പോഴത്തേന് ഏതായാലും രാത്രി ആവും. അപ്പോൾ ക്യാമ്പ് ഏതായാലും അവിടെ നിന്ന് വയ്ക്കാം. അപ്പോൾ ഏതായാലും ഇപ്പം പോയാൽ രാത്രി എത്തും. നീ പറഞ്ഞ ശരിയാടി, നമുക്കിന്ന് പോവാം, വായോ. എടി, പിള്ളേർ നീ പറഞ്ഞ സത്യമാണോ? ആടി സത്യ.
എൻ്റെ ഇക്കാൻ്റെ ഏട്ടന് വന്നിട്ട് അവരെല്ലാവരും വലിയ ട്രിപ്പാണ് പോകുന്നത്. അപ്പം നമ്മൾ പോയി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ പാടെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ പോവാം. അപ്പോൾ കുട്ടികളെല്ലാവരും അവരുടെ അവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങോട്ട് എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ കൊണ്ടിരിക്കുക. ഇപ്പോഴാശ്വാസമായി. അതെ, ഇപ്പോഴാശ്വാസമായി. എടി, നിന്റെ ഫോണിൽ അടിക്കുന്ന രമേ വിളിച്ചപ്പം തന്നെ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കട്ടാവും. അതാ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഓ അങ്ങനെ അറിയാതെ വന്ന കോളാവുള്ളൂ, പെട്ടെന്ന് കട്ടാക്കി. ഓ സമയം എത്ര ഐഡി? 6:10. ഓ അത്ര ആയിട്ടല്ലേ രമ? ഇപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയിടി നമ്മൾ. വേറെ എവിടെ പാർക്കിയത്? ഇനി എന്തേലും വേണോ ചേച്ചി? അയ്യോ വേണ്ട, ഇപ്പൊ ചായ കുടിച്ചില്ലേ, അത് മതി. കുറച്ചേരം വിശ്രമിച്ചിട്ട് പോവാന്നേ. അതാ ഞാനും വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നേ. എടി, ഇയാൾ എനിക്ക് എവിടെയോ കണ്ട പരിചയമുള്ള പോലെ ഉണ്ട്. എനിക്കും. വിശ്രമിച്ചതൊക്കെ മതി, നമുക്ക് പോവാം. ശരി, പോവാം. ഇതാണോ എടി നീ പറഞ്ഞ സ്ഥലം? ആ, ഇത് തന്നെയാ. എടി, എന്തൊരു സൗണ്ട് കേൾക്കുന്നല്ലേ? ആ ശരിയാ, ഞാനും കേൾക്കുന്നുണ്ട്. എനിക്ക് ആകെ പേടിയാവുന്നു. നമുക്ക് ഇവിടെ ഒരു റൂം എന്തെങ്കിലും എടുത്താലോ? അതിന് ഈ കാട്ടുമുക്കിൽ ആരും റൂമൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂമോ കോട്ടേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 ദിവസത്തിന് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ 1 ദിവസത്തിനോ കുറച്ചു നേരത്തിനോ അവിടെ നിൽക്കാട്ടോ. അവള് പറഞ്ഞ ശരിയടി. ഇതെങ്കിലും കിട്ടിയില്ലേ നമ്മൾ കൂടെ മേടിച്ചാലോ? ശരിയാ. ആകെ തിക്കി തിരക്കി ആകെ ചെറിയ സ്ഥലമുണ്ട്, അതിൽ 5 ആള്. അതിന് പൈസ വേണ്ടേ? അതൊക്കെ എന്തടി? എന്നാ രമേ ഹൈമയും കൂടെ ഓണറിന്റെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ. അപ്പൊ ഓണർ തന്നെ റൂം തന്നോളൂ, പൈസ കൊടുത്താ പോരെ. ശരി, വാ ഹൈമ. വരാടി, പിടിച്ചു വലിക്കല്ലേ. വല്ലാത്ത തളർന്നു. അവർ വേഗം പറഞ്ഞു വരട്ടെ, എന്നിട്ട് നമുക്ക് പുതിയ റൂമിലേക്ക് മാറാം. ശരിയാ രാജു സാറേ, ഞങ്ങൾക്ക് ആ 2 റൂം കൂടെ വേണമായിരുന്നു. ഓ അതിനെന്താ? അല്ല, എത്ര രൂപയാവും? അത് 2നും കൂടെ 25,000 ആവും. ഓ ശരി ശരി. അല്ല, റൂമിന്റെ കീ എന്തി? ആ റൂമിന് കീ ഒന്നുമില്ല, അതൊരു വെറൈറ്റി ടൈപ്പ് ലോക്കാ. ഓ എന്നാ നിങ്ങൾ പോയിട്ടോ. ശരി. ഏതായാലും ഈ റൂം അടിപൊളിയായല്ലേ. നമുക്ക് മറ്റേ റൂം കാണാൻ പോവാ. നിങ്ങൾ പോയി കണ്ടടി, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. മറ്റേ റൂമിനെ കിട്ടുന്ന സുഖം ഈ റൂമാണെന്ന് തോന്നുന്നല്ലേ? ശരിയാ, ഈ റൂമിൽ AC ഉണ്ടെന്ന് തോന്നുന്നു. ആരെ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ, ആരാടി? അറിയില്ല. ആ കാക്കയാണോ? ആ അയ്യോ, ഞങ്ങൾ ഇന്ന് അങ്ങ് റൂം എടുത്തിട്ടുള്ളൂ. ശേ, വല്ലാതെ കഷ്ടമായി. വൈകുന്നേരം? ആ ആരാടി? കാക്കയാടി. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരോ? ഇന്നലെ നമ്മൾ റൂം എടുത്തേ? ഞാൻ കുറെ പറഞ്ഞു, അവിടെ കല്യാണം ഉണ്ടെന്നാ പറഞ്ഞേ. നമ്മുടെ വീട്ടിലോ? ആ, ഞാൻ എന്ത് കല്യാണം എന്നൊക്കെ ചോദിച്ചു, അതൊന്നും ഒന്നും മിണ്ടിയില്ല. ഓ, നമുക്ക് അവരെയും കൂടി വിളിക്കാം. ഏതായാലും നമ്മൾ ആ റൂമും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് ആ റൂം പോയി വിളിക്കാം. ഇവിടെ നിന്ന് വിളിച്ചാൽ അവരെന്തായാലും കേൾക്കത്തില്ല. ശരിയാ, എണീറ്റെന്നാ. ഹോ, നടക്കാം അങ്ങോട്ട്. നല്ല ഭംഗിയുള്ള റൂമല്ലേ? ശരിയാ. അതാരാ? തിരിഞ്ഞു നോക്ക്. എനിക്ക് പേടിയോ? നമുക്ക് ഒപ്പം തിരിയാവേ. റെഡി, 3, 2, 1. നിങ്ങളായിരുന്നു ആകെ പേടിച്ചു പോയി അല്ലേ രമേ? ശരിയാ. അല്ല, അവിടെ ഇരിക്കുന്നില്ലേ? ഒരു കാര്യം പറയാൻ വന്നതാണോ? അങ്ങനെ എന്ത് കാര്യം പറയാനാണോ വന്നത്? അതെടി, ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോണല്ലോ. എന്തിന്? അറിയില്ലടി. നിന്നോട് ആരത് പറഞ്ഞേ? എന്നോട് ഇക്കാക്ക പറഞ്ഞതാ, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇക്കാക്കയോ? അതാരാ? അതായത് എന്റെ ബ്രദർ. ഓ അങ്ങനെ. അല്ല, എന്തിനാ ഇപ്പൊ വീട്ടിലേക്ക് പോണേ? അത് നമ്മുടെ വീട്ടിലെ വലിയൊരു പാർട്ടിയോ കല്യാണോ അങ്ങനെ എന്തോ ഒന്ന് വെക്കുന്നുണ്ട്. മറ്റവർക്ക് വലിയ ട്രിപ്പിന് പോയതാനായിരുന്നു. അവരാദ്യം തന്നെ വിളിച്ച് വീട്ടിലുണ്ടപ്പോ അവര്. കുട്ടികളൊക്കെ നന്നായി വിഷമത്തിലാ. ഓ അങ്ങനെ. അല്ല, നമ്മുടെ വീട്ടിലിപ്പോ എന്തുണ്ടാക്കാനാ? അറിയില്ലടി. ആരും ബെല്ലടിക്കുന്നുണ്ടല്ലോ. ഇഞ്ചു, നീ വാതിൽ തുറക്ക്. ശരി സീന. അല്ല, ഞങ്ങളെ വിളിക്കാൻ വന്നതാ. ആ കുഞ്ഞാമിച്ചൊരു സ്വൈര്യം തരുന്നില്ല. എന്ത് പറ്റിപ്പാ? അതെ, എന്റെ കാക്ക പറഞ്ഞില്ലേ നമ്മളെ വരിയിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന്. അതിനാന്റെ തള്ള സ്വൈര്യം കെടുത്താണിന്റെ റബ്ബേ. എന്തിന്? നിങ്ങളെല്ലാരും ആ പെരിയിൽ നല്ല പരിപാടിക്ക് വാണെന്നും പറഞ്ഞുകൊണ്ട്. ഈ കുഞ്ഞാമിത്താന്റെ ഒരു കാര്യേ, ഞങ്ങൾ അങ്ങോട്ട് വൈകുന്നേരം വരാൻ നിൽക്കുന്നേന് സുലൈമാൻക. അപ്പൊ നിങ്ങളത് പറയണ്ടേ? നിങ്ങളുടെ നമ്പർ ഞങ്ങളടുത്ത് കിട്ടണ്ടേ? കുഞ്ഞാമീന്റെ നമ്പർ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷെ കൊറേ നേരം തപ്പിയിട്ടും കിട്ടുന്നില്ല. ഏതായാലും സുലൈമാൻക്ക് വന്ന സ്ഥിതിക്ക് സുലൈമാൻഖാന്റെ കാറിൽ നമുക്ക് എല്ലാവർക്കും പോവല്ലേ? അത് നല്ല ഐഡിയ ആണ്. കാറിൽ കുഞ്ഞാമ്മ ഉണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ വന്നിക്കണം, എല്ലാരും വരി.
നടക്കടി അങ്ങോട്ട്. അല്ല മക്കളെ, നിങ്ങൾ ഈ കാര്യം ആദ്യം അറിഞ്ഞിക്കണോ? പിന്നെ അല്ലാതെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അപ്പ ഇവിടെ അറിയും. എന്റെ പഠിച്ചോനെ, എങ്ങനെ ഇതൊക്കെ അറിയണ്?